ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കുറച്ച് പൂക്കൾ കണ്ടാലോ? ഇന്ന് വിരിഞ്ഞ കുറച്ച് പൂക്കളാണ് കാണുന്നത് കേട്ടോ. ഇന്നെന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന പൂക്കൾ. ഈ ജർബറിൽ ഒരെണ്ണം ഇന്നാണ് വിരിഞ്ഞത്. ഒരെണ്ണം നേരത്തെ വിരിഞ്ഞ് നിന്നായിരുന്നു. ഈ ഒരു ലൈറ്റ് പിങ്ക് കളർ. ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ കളർ ഈ ഒരു വീഡിയോയിൽ കിട്ടുന്നില്ല. കുറച്ചുകൂടി കളർ ഉണ്ട് ഇതിന് കേട്ടോ. കാണുമ്പം ലൈറ്റായിട്ട് തോന്നും. അത്ര ലൈറ്റല്ല, കുറച്ചുകൂടി ചെറിയൊരു പിങ്ക് പൊടിക്ക് കൂടുതലുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഈ പിങ്ക്. അപ്പോൾ ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ടതാണ്. ശരിക്കും ഇത് മതിലിന് മേളിൽ ഞാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രണ്ട് നല്ല പൂക്കളുണ്ട്, കൂടാതെ ഒരു ചെറിയ മുട്ടും അതിലുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന രണ്ട് പൂക്കൾ കണ്ടോ. മുട്ട് കണ്ടില്ലേ, ചെറിയ മുട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഞാൻ അടുത്തത് ചെടി എന്താണെന്നല്ലേ കണ്ടോ. ഇതും ഒരു പിങ്ക് കളർ തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചു തന്നിട്ട് ഞാൻ വഴിയിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു കമ്പ് ഒടിച്ചു കുത്തിയതാന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ ഇത്ര പെട്ടെന്ന് പൂവുണ്ടാകും ഞാൻ വിചാരിച്ചില്ല. ഇതിന് ചെറിയ മണമുണ്ട് കേട്ടോ ഈ പൂവിന്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതും ഇതുപോലെ തന്നെ ആ ഒരു ഒറിജിനൽ കളർ ഫോട്ടോയിലേക്ക് വരുന്നില്ല. അങ്ങനെയാണല്ലോ ചില പൂക്കൾ. നല്ല ഒറിജിനൽ കളർ നമുക്ക് നേരിട്ട് കണ്ടാലേ ഭംഗി മനസ്സിലാവുള്ളൂ. നല്ല ഭംഗിയാണ് ഒരു പൂ കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു ചെറിയൊരു കമ്പ് കൊണ്ട് എന്താ പറയുക, ചെറിയ ചട്ടിയിൽ കുത്തിയതാണ്. അത് പെട്ടെന്ന് പിടിച്ച് കിട്ടി. നല്ല ഭംഗിയുള്ള പൂക്കൾ. അതുപോലെ രണ്ട് ഇത് മുട്ട്, ഇത് ചെത്തിയുടെ ഒക്കെ കൊല പോലെ രണ്ട് കൊലയുണ്ട് ഇതിൽ. ഒരു മുകള മൊട്ടും ഒരെണ്ണം വിരിഞ്ഞു. ഞാൻ ചുമ്മാ മണത്ത് നോക്കിയത്, അപ്പോൾ നല്ല സ്മെല്ലുണ്ട് ഇതിന്. അതുപോലെ ഈ ഓറഞ്ച് തെറ്റിൽ നേരത്തെ ഉള്ള റോസാണ്. അപ്പോൾ അതിലിപ്പോഴാണ് പൂ ഉണ്ടായിക്കൊണ്ട് ഇന്ന് ഉണ്ടായ പൂവാണിത്. അപ്പോൾ അതാണിത്. ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന പൂക്കളാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച്. എൻ്റെ റോസ് അത്ര ഹെൽത്തി ആയിട്ടൊന്നും അല്ല നിൽക്കുന്നത്, പക്ഷേ ഇതിൽ രണ്ട് പൂ ഉണ്ടായിട്ടുണ്ട്, ഓറഞ്ച് കളറ്. പിന്നെ അത് ഈ ഒരു പിങ്ക് റോസ്, ഇതിങ്ങനെ കൊലയായിട്ടുണ്ടാകുന്ന ഒരു പിങ്ക് റോസാണ്. ചെറിയ ലൈറ്റ് ഒരു സ്മെല്ലും ഉണ്ട് ഈ റോസിന്. ഇതൊക്കെ എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു ഈ ടൈപ്പ് റോസൊക്കെ, പിന്നെ അത് പോയായിരുന്നു. അപ്പോൾ ഈ ഒരു കൊലയിൽ ഒരു മുട്ടുണ്ട്, ഒരു പൂവുണ്ട്. പിന്നെ അടുത്തൊരു കൊലയിൽ നിറയെ മുട്ടുണ്ടായി നിൽക്കുന്നു കേട്ടോ. കുഞ്ഞ് പിങ്ക് റോസ്. ഇതെനിക്ക് നിലത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റും, നല്ലോണം പൂവുണ്ടാകുന്നൊരു റോസാണിത്. ഈ പിങ്ക്, ലൈറ്റ് പിങ്ക്, പൗഡർ റോസ് എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു. ആ ഒരു പൗഡറിൻ്റെ സ്മെല്ലുള്ള റോസാണിത്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. കുഞ്ഞു പൂക്കൾ. ഇത് കണ്ടില്ലേ, നിറയെ മുട്ടുണ്ടായി നിൽക്കുന്നത് കണ്ടോ. ഞാൻ എന്തൊക്കെ വളം ഇടാറ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാറുണ്ടല്ലോ. ഫെർട്ടിലൈസറൊക്കെ മുട്ടത്തൊണ്ട് പൊടിച്ചൊക്കെ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ വല്ലപ്പോഴും DAP ചേർക്കാറുണ്ട്. പിന്നെ നീം ഓയിലൊക്കെ സ്പ്രേ ചെയ്യാറുണ്ട്.